നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുമ്പോൾ രാജ്യത്തിന്റെ രക്ഷകരായി അവതരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ദേശീയ സുരക്ഷാ സേനയുടെ ബ്ലാക്ക് കാറ്റ് കമാൻഡോകൾ അഥവാ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. ആരാണ് ശരിക്കും ബ്ലാക്ക് കാറ്റ് കമാൻഡോകൾ? എന്താണ് അവരുടെ ജോലി? 1984 രാജ്യത്ത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന പേരിൽ സേനാ വിഭാഗം രൂപവൽക്കരിച്ചത്. ഇന്ത്യൻ കരസേനയിൽ നിന്നും കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ നിന്നും ഡെപ്യൂട്ടേഷനോടെ നിയമിക്കുന്നവരാണ് ബ്ലാക്ക് കാറ്റ് കമാൻഡോകൾ. രാജ്യത്ത് തീവ്രവാദ ആക്രമണങ്ങൾ പോലെയുള്ള സുരക്ഷാ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിവേഗത്തിൽ ഒപ്പം അപ്രതീക്ഷിതമായി ആക്രമിക്കുക, മിഷൻ കഴിഞ്ഞാൽ എത്രയും വേഗം പിൻവാങ്ങുക എന്നതാണ് NSG ദൗത്യങ്ങളുടെ അടിസ്ഥാന തത്വം. പ്രധാനമായും ഭീകരവിരുദ്ധ ദൗത്യങ്ങൾക്കു വേണ്ടിയാണ് ഇവരെ നിയമിച്ചത്. കറുപ്പ് നിറത്തിലുള്ള വേഷവിധാനങ്ങൾ ധരിക്കുന്നതിനാൽ NSG കമാൻഡോകൾക്ക് ബ്ലാക്ക് കാറ്റ് കമാൻഡോകൾ എന്ന പേരുകൂടി ലഭിച്ചു. പോലീസിനെ പോലെയോ അല്ലെങ്കിൽ മറ്റു സൈനിക സേനകളെപ്പോലെയോ ദൈനംദിന ജോലികൾക്ക് നിയോഗിക്കപ്പെടാനുള്ള തരത്തിൽ പരിശീലിപ്പിക്കപ്പെട്ടവരല്ല ബ്ലാക്ക് കാറ്റ് കമാൻഡോകൾ. 1984 രാജ്യസുരക്ഷ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേന്ദ്രീകൃതവും സുസ്ഥിരവുമായ സുരക്ഷാ സേന വേണമെന്ന ആശയം രൂപപ്പെട്ടത്. അതിന് കാരണമായത് 1984 പഞ്ചാബിലെ അമൃത്സറിലുണ്ടായ സൈനിക നീക്കമായിരുന്നു. പഞ്ചാബിലെ അമൃത്സറിലെ സിഖ് മതത്തിന്റെ പുണ്യസ്ഥലമായ ഹർമന്ദിർ സാഹിബിൽ നിന്നും ജർണൈൽ സിംഗ് ഭിദ്രൻവാലയെയും കൂട്ടാളികളായ മറ്റ് സിഖ് തീവ്രവാദികളെയും നീക്കം ചെയ്യുന്നതിനായി സൈനിക നീക്കമുണ്ടായി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നായിരുന്നു ഈ നീക്കത്തിന്റെ പേര്. രാജ്യം ഇന്നേ വരെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നീക്കമായിരുന്നു അത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷമാണ് രാജ്യത്തിന് സുസ്ഥിരമായ സുരക്ഷാ സേന വേണമെന്ന ആശയം ഉണ്ടാകുകയും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന ഫോഴ്സിനെ രൂപീകരിച്ചതും. അങ്ങനെ ആന്ധ്രാപ്രദേശ് കേഡറിലെ IPS ഉദ്യോഗസ്ഥനായിരുന്ന RT നഗ്രാണി ആദ്യ ഡയറക്ടർ ജനറൽ ആവുകയും അദ്ദേഹത്തിന് കീഴിൽ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാക്കി NSGയുടെ രൂപീകരണത്തിന് വേണ്ട പ്രവർത്തനങ്ങളും ആരംഭിക്കുകയായിരുന്നു. ബ്രിട്ടന്റെ സ്പെഷ്യൽ എയർ സർവീസ്, ജർമ്മനിയുടെ GSG-9 എന്നീ പ്രത്യേക സേനകളുടെ മാതൃകയിലാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഏജൻസി അഥവാ NSG പ്രവർത്തിക്കുന്നത്. പ്രധാനമായും 2 ഘടകങ്ങളാണ് NSGക്കുള്ളത്. ഒന്ന് സൈനികരുൾപ്പെടുന്ന സ്പെഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ്, 2 കേന്ദ്ര സായുധ സേനകളിലെയും സംസ്ഥാന പോലീസ് സേനകളിലെയും അംഗങ്ങൾ ഉൾപ്പെടുന്ന സ്പെഷ്യൽ റേഞ്ചർ ഗ്രൂപ്പ്സ്. സേന രൂപീകരിച്ച് 20 വർഷത്തോളം രാജ്യത്തെ പ്രധാന വ്യക്തികളുടെ സുരക്ഷ ബ്ലാക്ക് കാറ്റ്സിന്റെ കൈകളിലായിരുന്നു. എന്നാൽ സേനയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ VIP സുരക്ഷ എന്നൊന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് കേന്ദ്ര സർക്കാർ VIP സുരക്ഷാ ചുമതലകളിൽ നിന്ന് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കമാൻഡോകളെ പിൻവലിച്ചു. അതോടെ Z+ കാറ്റഗറി സുരക്ഷയുള്ള 13 VIPകളുടെ സുരക്ഷ അർദ്ധ സൈനിക വിഭാഗങ്ങളായ CRPF, CISF എന്നിവർക്കായി മാറി. 1986 സെപ്റ്റംബർ 22 രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ദ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ആക്ട് വിജ്ഞാപനം ചെയ്തത്. തുടർന്ന് ദേശീയ സുരക്ഷാ സേന ഔദ്യോഗികമായി നിലവിൽ വന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് NSGയുടെ പ്രവർത്തനം. സർവത്ര സർവോത്തം സുരക്ഷ എന്നാണ് NSGയുടെ ആപ്തവാക്യം. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ, ഓപ്പറേഷൻ അശ്വമേധ്, ഓപ്പറേഷൻ വജ്രശക്തി, ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ തുടങ്ങിയവയൊക്കെ NSGയുടെ കരുത്തുകാട്ടിയ ദൗത്യങ്ങളായിരുന്നു.